അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണെന്ന് തോന്നി. ഇനിയും ചക്കപ്പഴം നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ചക്കപ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ചക്കപ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും തന്നെ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. സാധാരണ പുട്ട് ഇതിനകത്ത് നമ്മൾ ചക്കപ്പഴം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. മമ്മി അതിനുവേണ്ടി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചക്ക. ഇത് ചക്ക ഇതുപോലെ കുരുവൊക്കെ മാറ്റിയ ചക്കച്ചോള ഇതേപോലെ അരിഞ്ഞ് എടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ ചക്കയുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പീര വേണം. പിന്നെ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാൻ വേണം. പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകം കുറച്ച് വേണം. ഒത്തിരിയൊന്നും വേണ്ട, ഒരു പിഞ്ച് മതി. പിന്നെ നമുക്ക് വറുത്ത റവപ്പൊടി വേണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ ചക്ക. നമ്മുടെ ഓണർ ഉമ്മ നമുക്ക് കൊണ്ടുതന്ന ചക്കപ്പഴമാണ്. തന്നപ്പോൾ ഉമ്മച്ചി പറഞ്ഞായിരുന്നു ഈ വർഷത്തെ ലാസ്റ്റത്തെ ചക്കപ്പഴമാണെന്ന് തോന്നുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ, ചക്ക കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കയറി കാണാം. കുമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. പല സ്ഥലത്തും പൂച്ചയപ്പം, ഇടനയപ്പം, ഇലയപ്പം, ഇടനയപ്പം എന്നൊക്കെ പല പേരുകളിൽ അറിയും. ഓരോ സ്ഥലത്തും വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇലയിൽ പൊതിഞ്ഞുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും ഇഷ്ടം പോലെ മാവുണ്ട്, അതുപോലെ പ്ലാവൊക്കെ ഉണ്ട്. അപ്പം ഉമ്മച്ചി ഇതേപോലെ അവർക്ക് പഴങ്ങളെല്ലാം കിട്ടുമ്പോൾ നമുക്ക് കൊണ്ടുതരും. പിന്നെ മാവേലത്തേക്ക് പഴുത്ത് താഴെ വീഴുമ്പോഴാണെങ്കിലും നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ കേടൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്രാവശ്യം ഒത്തിരി അധികം പഴം കിട്ടി. അപ്പം മാങ്ങാപ്പഴം കൊണ്ട് നമ്മൾ മാംഗോ ജ്യൂസ് ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കയറി കാണാം. അപ്പം നമ്മൾ പുട്ട് തിരുമാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിലോട്ട് ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇടാം. നീ എന്നാ ഇടാൻ പോകുന്നത്? നീ തേങ്ങ ഇടും. ഓക്കെ. ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞിട്ട് ജീരകവും ഇട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാരയും നന്നായിട്ട് ഞെരടണം. ഇത് നല്ല ജീരകമാണ്. ഒരു ഇത്രയും ജീരകം മാത്രം മതി. ഈ ചക്കപ്പഴത്തിന് മധുരമുണ്ട്, എങ്കിലും ഇച്ചിരി മഴയൊക്കെ ആയത് കാരണം ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി മധുരം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ചക്കപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടണമെന്നില്ല. നമ്മളിവിടെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്തിട്ട് ഇനി ഒരു ഞുള്ളി ഉപ്പിടണം. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പുനീര് ഒഴിക്കാം. ആണോ? കുറച്ചും കൂടി ഒഴിക്കാം. ഉപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് ചക്ക, തേങ്ങ. അതിന് കുമ്പിളിന് മാത്രമേ മിക്സിയിലടിക്കുകയുള്ളൂ, പൊട്ടിന് മിക്സിയിലടിക്കുകയില്ല. ഇങ്ങനെ അരിഞ്ഞിട്ട് റവയും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ ഞെരടി ഇതിൻ്റെ നീര് കൊണ്ട് തന്നെ ഇറങ്ങി അത് കുറച്ച് നേരം കുതിരാൻ വെക്കും. അത് ഈ നനവും മധുരവും കൂടെ തല്ലേക്ക് റവയിലേക്ക് പിടിക്കണം. അതിന് അപ്പോൾ ഇനി നമ്മൾ റോസ്റ്റഡ് റവ, വറുത്ത റവ നമ്മൾ പാക്കറ്റിൽ മേടിച്ചിരിക്കുന്നത് വറുത്തതാണ്. നമ്മൾ റോസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ലൂസായിട്ട് വീട്ടിൽ മേടിച്ച് വെക്കുന്ന റവയാണെങ്കിൽ അത് വറക്കണം അല്ലേ? അപ്പം നമ്മൾ ഇതിനകത്ത് കുഴയ്ക്കുമ്പം വെള്ളമൊന്നും ചേർക്കുകയല്ല. ചക്കപ്പഴത്തിൻ്റെ വെള്ളം കൊണ്ട് മാത്രം. തേങ്ങ കുറച്ചുകൂടി ഏറെ വേണമെങ്കിലും എടുക്കാം. റവ ഇനി കുതിർന്ന് കഴിയുമ്പോൾ പൊങ്ങുമോ? അതിലുണ്ട്, നോക്കിക്കേ. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ജീരകം ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്.
നിങ്ങൾ ജീരകം ഇടാൻ മറന്നു പോകരുത് കേട്ടോ. ഒത്തിരി ജീരകം വേണ്ട. ജീരകത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ചൊവ്വയാണ്. ഇത് നമ്മളെടുത്ത അളവ് കണ്ടില്ലേ, അപ്പോൾ അത്രയും ജീരകം ഇടാവുള്ളൂ. ഇടയ്ക്ക് ആ ജീരകം അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പുട്ട്. ഇപ്പോൾ നമ്മൾ ചക്കപ്പഴം ഇടാതെ പുട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജീരകം ഇട്ടാൽ നല്ല രുചിയായിരിക്കും പുട്ടിന്. കൂടുതൽ നമ്മൾ ജീരകം ഇല്ലാത്ത പുട്ടാണ് കഴിച്ചേക്കുന്നത്. പുട്ടിനകത്ത് ജീരകം ഇടുമെന്ന് ഞങ്ങൾക്ക് അമ്മച്ചിയാണ് പറഞ്ഞു തന്നത്. അമ്മച്ചി അവിടെ പുട്ടുണ്ടാക്കുമ്പം, കീഴ്പള്ളിയിൽ അമ്മച്ചി പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ജീരകം ഇടും. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് ജീരകവും കൂടെ ഇടും. അപ്പോൾ നമ്മൾ ചക്കപ്പുട്ടിനകത്ത് ആദ്യമായിട്ടാണ് ജീരകം ഇടുന്നത്. പക്ഷേ രുചിയുണ്ട്. ഒത്തിരി ഇടരുത്, അപ്പോൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ വേറെ ചൊവയായിപ്പോവും. ഇനി ഇത് നമ്മളൊന്ന് കുതിരാനായിട്ട് തട്ടിപ്പൊത്തി വെക്കുക. വെക്കണം. ഒരു മണിക്കൂർ വെക്കണോ? 1/4 മണിക്കൂർ. 1 മണിക്കൂറാകുമ്പോൾ നോക്കാം അല്ലേ. കുതിർന്നിട്ടുണ്ടെങ്കിൽ വേണ്ടി സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മളൊരു 1/2 മണിക്കൂറായപ്പോൾ ഇത് കുതിർന്നോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഇളക്കി നോക്കുവാണ്. കുതിർന്നതായിട്ട് തോന്നുന്നുണ്ടോന്നേ. അന്നേരം കട്ട പിടിച്ച പോലെ വെള്ളം കൂടുതൽ പോലെ തോന്നുന്നില്ലേ, അത് കുതിർന്നു. പുട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടി അപ്പോൾ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ഇതേപോലെ നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം നമുക്കിത് അപ്പോൾ പാത്രത്തിനകത്തോട്ട് നമ്മളിത് കുതിർക്കാൻ വെച്ച ഉടനെ എടുത്ത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കരുത്. റവ ആയതുകൊണ്ട് കുറച്ച് നന്നായിട്ട് സോക്ക് ചെയ്യണം, എന്നാലേ അത് വേവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്പെഷ്യലി ചെക്ക് ചെയ്യണം. ഈ സ്റ്റീം കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല വാസനയാണേ. ഞാനിപ്പോൾ ഹാളിൽ നിന്ന് വർക്ക് ചെയ്യുമായിരുന്നു. നല്ല മണം വന്ന് മമ്മീനെയും കൊണ്ട് ഞാൻ റൂമിൽ നിന്ന് കൊണ്ടുവന്നതാണ് തുറന്നു നോക്കാൻ വേണ്ടി. ഉണ്ടോ, സ്റ്റീം കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പരുവത്തിലാവും. ഇനിയിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച് ചില സൈഡുകളിലേക്ക് കട്ട പിടിച്ചിരിക്കുന്നൊന്ന് തവിക്കണ വെച്ചിട്ടൊന്ന് ഇളക്കിയൊന്ന് കൊടുക്കേണ്ടി വരും. നല്ല മണം കേട്ടോ. ചക്കപ്പഴവും ആ ജീരകവും എല്ലാം കൂടെ ഒന്ന് ആവി തട്ടുമ്പോഴത്തേനും പുറമേ നല്ല സ്മെല്ലായി. ഇപ്പം ഹാളിലൊക്കെ നല്ല ചക്കപ്പഴത്തിൻ്റെ മണമാണ്. മണം വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നും. ഒന്ന് ആവി അത് ഫുള്ളൊന്ന് വെന്തിട്ട് വേണം ഞാനത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നിങ്ങളെല്ലാവരും ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ചില ഏരിയകളിലെല്ലാം ചക്കപ്പഴം കൊണ്ട് ഇങ്ങനെ പുട്ടുണ്ടാകും. ചക്കപ്പഴം കിട്ടിയാൽ കുറച്ച് കഴിക്കും, കുറച്ച് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കും. ചില ഏരിയയിൽ അങ്ങനെ ചക്കപ്പുണ്ട് ഉണ്ടാക്കുമെന്ന് പോലും അറിയത്തില്ല. നമ്മളിവിടെ എറണാകുളത്ത് നമ്മൾ റെൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് ഓണർ ഉമ്മച്ചിയോട് മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് അറിയത്തില്ല ചക്കപ്പുട്ട് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ചക്കപ്പുട്ട് നമുക്ക് അവർക്ക് ടേസ്റ്റ് ചെയ്യാനും കൂടെ കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, ചില ഏരിയകളിൽ ഉണ്ടാക്കത്തില്ല, അവർക്ക് അറിയത്തില്ല അങ്ങനെ ചക്ക കൊണ്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാമെന്നൊക്കെ. അപ്പം ഇങ്ങനെ ചക്കപ്പുട്ട് ഉണ്ടാക്കുന്ന അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നല്ല രുചിയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് റവ കൂടി പോകാൻ പാടില്ല, ജീരകം കൂടി പോകാൻ പാടില്ല. തേങ്ങ ഇച്ചിരി കൂടുതൽ മുന്നിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ റവ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ടേസ്റ്റിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഒരു ഈക്വലാക്കിയിട്ട് നിർത്താൻ വേണ്ടി നോക്കണം. പഞ്ചസാര മധുരം ഉണ്ടോ നോക്കണം, മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മധുരം കൂടെ ആഡ് ചെയ്യണം. ഉപ്പിടാൻ മറന്നു പോകരുത്. ഇതെല്ലാം ഈക്വലായിട്ട് വേണ്ട രീതിയിൽ ഇട്ടാൽ മാത്രമേ ചക്കപ്പുട്ടിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.